ഹലോ, അസ്സലാമു അലൈക്കും. ബഹജാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളെവിടാന്ന് നോക്കിയേ, നമ്മുടെ കോഴിക്കോട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. കോഴിക്കോട് ബീച്ചിലേക്ക് വന്നതാട്ടോ ഇന്നലത്തെ വീഡിയോ ആണ്. മക്കൾ കണ്ടു ഉപ്പിലിട്ടത് കഴിക്കുന്നേ. കോഴിക്കോട് ബീച്ചിൽ വന്നാൽ ഉപ്പിലിട്ടത് കഴിക്കാതെ പോകുമോ ആരെങ്കിലും? ഞങ്ങൾ വാങ്ങിച്ചിട്ടോ മാങ്ങ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിടുത്തം വിട്ട ടേസ്റ്റ് എന്നൊക്കെ പറയില്ല, അത്രയ്ക്ക് സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് നേരം, നല്ല രാത്രിയായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബീച്ചിൽ തിരമാലകളെടുത്തു നിന്നുള്ള ഫോട്ടോസും വീഡിയോസൊന്നും കാണുന്നില്ല, വീഡിയോ എടുക്കാനൊന്നും. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ ഇരുന്ന് ഷൗക്കത്തിൻ്റെ ബടായിയൊക്കെ കേട്ട് പണ്ട് ഗൾഫിൽ പോയതും കുറേ കഥകൾ പറഞ്ഞു കേട്ടോ. ഞങ്ങളിങ്ങനെ കഥകളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ് പറയുക. വീട്ടിനേക്കാളും എവിടെയെങ്കിലും പോകുമ്പോഴാണ് നമ്മൾ കുറേ സംസാരിക്കുക. അങ്ങനെ ബീച്ചിൽ നിന്ന് ഞങ്ങൾ കോളിഫ്ലവറും കാടമുട്ടയൊക്കെ കഴിച്ച് നല്ല അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലൊക്കെ എനിക്ക് ചായയൊക്കെ നല്ല മധുരം വേണം. അങ്ങനെ നല്ല മധുരമുള്ള പുതിന ഇട്ട അടിപൊളി ചായ കേട്ടോ രണ്ടാളും കുടിച്ചത്. എനിക്കിഷ്ടപ്പെട്ട്, ഈ കടീനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് ഈ ചായ ആണ് കേട്ടോ. പുതിന ഇട്ട ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. എപ്പോഴും ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട് പുതിന ഇട്ട ചായ. ബലൂൺ കാണാൻ എന്ത് ഭംഗിയാലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചുറ്റി അടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ ഞങ്ങൾ 2 ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച്. ഐസ്ക്രീം കണ്ടോ, ചക്ക, മാങ്ങ, ഇളനീര്, പല വെറൈറ്റി ഐസ്ക്രീമാട്ടോ ഉള്ളത്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഇങ്ങോട്ട് നടന്നപ്പോഴാണ് ഓർമ്മ വന്നത്, ഉമ്മച്ചിക്ക് വത്തക്ക ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പിലിട്ടതെന്ന് പറയുന്നത് ഉപ്പിലിട്ടതല്ല, വത്തക്ക ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തത് എടുത്തിട്ട് ഇവരൊരു സ്പെഷ്യൽ മുളകുണ്ടല്ലോ അത് തേക്കുന്നതാണ്. ഉമ്മച്ചി പറയും വത്തക്ക ഉപ്പിലിട്ടതെന്നാണ് പറയുക. അതും വാങ്ങിച്ചിട്ടോ. അത് ഉമ്മച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ പോവുകയാണെങ്കിലും പറയും എനിക്ക് വത്തക്ക ഉപ്പിലിട്ടത് വാങ്ങണേന്ന്. അതുകൊണ്ട് അത് വാങ്ങി മുളകൊക്കെ തേച്ച് അത് കൊണ്ടുപോയി കൊടുത്തിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ചുറ്റി അടിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞ് തിരമാലകളിലൂടെ കുറച്ച് നേരമൊക്കെ നടന്ന് അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിങ്ങനെ പോരാൻ നിൽക്കുക. കോഴിക്കോട് ബീച്ചിൽ വന്ന് ഈ വത്തക്ക മുളകിട്ടതൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ, മുളക് തേച്ച് കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിക്കണം. ഈ മധുരവും എരിവും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. കഴിക്കാത്തവർ ഇവിടെ വന്ന് കഴിച്ച് നോക്കണം കേട്ടോ. അത് കോഴിക്കോട് ബീച്ചിൽ നിന്ന് തന്നെ കഴിക്കണം, അവിടെ സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഒക്കെ കണ്ടോ, അതിൽ കവറിലേക്ക് മുളകൊക്കെ തേക്കാം കേട്ടോ. അത് കയ്യിൽ വെച്ച് തേക്കൊക്കെ ചെയ്യുക. പിന്നെ ഞാൻ ആ ബലൂണിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ആ മോള് പറയാണ്, ചേച്ചി എനിക്ക് വിശക്കണേ, എനിക്ക് എന്തെങ്കിലും വേണം, പിന്നെ എനിക്ക് അമ്മ ഇല്ല. വെറുതെ പറയാം കേട്ടോ. ഞാൻ ചോദിച്ചു എൻ്റെ അമ്മ ഇതല്ല എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ ആന്ന് പറഞ്ഞ് ചിരിക്കുക. അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.